ഇത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ ഒക്കെ അതൊക്കെ അവനവൻ്റെയാണ്. എനിക്കതൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെട്ടത്. ഒരു മാസം 30 ദിവസമേ ഉള്ളൂ. ഞാൻ ഒരു മാസം 30, 35, 15 കഴിച്ച ദിവസങ്ങളുണ്ട്. അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നവർക്ക് ഈ വീഡിയോ സ്കിപ്പ് അടിച്ചു പോകാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാനലിലെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, എന്നെപ്പോലെ ഈ ഒരു ദുരിതം അനുഭവിക്കുന്ന കുറച്ച് പേർക്ക്, എന്നെപ്പോലെ അല്ല, ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസായിട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോസാണ്. അപ്പോൾ എന്തായാലും പനിയായിട്ട് എൻ്റെ ത്രോട്ട് നല്ല ഇൻഫെക്റ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നോ, ക്ലിയർ ആയിട്ട് ഒടുവിലാവുന്നോ എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു ലൈഫ് പറയാം. ആക്ച്വലി ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റൊമക്ക് പെയിനും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോയി. ഞാൻ 1 ഇയർ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് 10ാം ക്ലാസ് ആയപ്പോൾ വീണ്ടും ഇത് ഇഷ്യൂസായി. അപ്പോൾ മെയിൻ എക്സാമൊക്കെ ആയപ്പോൾ എൻ്റെ അമ്മ എന്നെ ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി എക്സാം എഴുതിച്ച് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അത്യാവശ്യം ഫേമസ് ആയ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ ഫേമസ് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അവർ പറഞ്ഞു അസിഡിറ്റിയുടെ ഇഷ്യൂസാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അതിന് 3 മാസത്തെ എന്തോ മരുന്ന് കഴിച്ചു. ആ മരുന്ന് കഴിച്ച അത്രയും നാൾ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ പെയിൻ ഇങ്ങനെ സിവിയർ ആയിക്കൊണ്ടേയിരുന്നു. ഞാൻ പല ആശുപത്രികൾ കയറാൻ ഈ ആശുപത്രി ഒന്നുമില്ല. ആശുപത്രി മൊത്തം കാണിച്ചിട്ട് എനിക്കൊരു ഭേദവും ഇല്ലാതായി. ആ ടൈമിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നോ എവിടെ തുടങ്ങണമെന്ന് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഹെൽത്ത് ഒക്കെ അല്ലാണ്ട് ഒന്നിലും ഫോക്കസ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. കാര്യം എനിക്ക് തന്നെ ടെൻഷനായിപ്പോയി. ഞാൻ എന്ത് കാര്യം ചെയ്യേണ്ട വന്നാലും എനിക്കിങ്ങനെ ഹോസ്പിറ്റൽ കേസ് എന്നുള്ളൊരു ഇതാവുമല്ലോ, എങ്ങനെ ഞാൻ ജീവിക്കും, ആ ഒരു മാനസികാവസ്ഥയിലൂടെ ഞാനിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇപ്പം ഏകദേശം ഒരു 10 to 11 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അസിഡിറ്റിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അസിഡിറ്റിയുടെ മരുന്ന് വെച്ചാൽ കാര്യമായ മരുന്നുകളൊന്നുമല്ല ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഗേൾസിന് അറിയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കൊടുക്കുന്ന ബോയ്സിന് അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റ് മെക്താൽ പാസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് ആക്ച്വലി ഒരു പെയിൻ കില്ലറാണ്. സ്റ്റമക്ക് പെയിൻ യൂസ് ചെയ്യുന്നതാണ്. ഒരു മാസം 30 ദിവസമേ ഉള്ളൂ. ഞാൻ ഒരു മാസം 30, 35, 15 കഴിച്ച ദിവസങ്ങളുണ്ട്. എനിക്ക് തീരെ സഹിക്കാൻ പറ്റാണ്ടായി. ഇനി ഞാൻ ഇവിടെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാണ്ടായി. ഞാൻ ഇനി എന്ത് ചെയ്യും, എൻ്റെ ലൈഫിനി അങ്ങോട്ട് എന്താ? കാര്യം എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആവശ്യത്തിന് ഡയറ്റ് ചാർട്ട് വന്നു. അതായത് പുളിയുള്ള ആഹാരം മാറ്റുക, എരിയുള്ള ആഹാരം മാറ്റുക, അങ്ങനത്തെ എല്ലാ ഡയറ്റ് ചാർട്ടും തന്നു. ഒരു തരത്തിലും എന്നെ കൊണ്ട് പറ്റാത്ത അവസ്ഥയിലായിപ്പോൾ ആ ഡയറ്റ് ചാർട്ട് കാരണം ആപ്പിള്, അതായത് അങ്ങനത്തെ നട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കാം, അല്ലാണ്ട് മറ്റ് സാധനങ്ങളൊന്നും കഴിക്കണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇതെല്ലാം കഴിച്ചു നോക്കിയിട്ടും എനിക്ക് ആ ഒരു അസിഡിറ്റിയിൽ നിന്ന് എനിക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ഫൈനലൈസ്ഡ് ഞാൻ വെബ്സൈറ്റിൽ കഴിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്ത്. കാര്യം എനിക്ക് വേറെ വഴിയില്ലല്ലോ. അല്ല, കുറേ നാളിങ്ങനെ പോയി ഇരുന്നപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം, അതായത് 2026 മെയ് 12-ാം തീയതി ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് മണ്ണാർശാല അമ്പലത്തിൽ പോയി തൊഴുതു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ മണ്ണാർശാല അമ്മയെ കാണാം എന്നുള്ളൊരു ബോർഡ് കണ്ടു. ദർശന സമയം ഇത്ര ടു ഇത്ര വരെ. പിന്നെ എന്തെങ്കിലും അമ്മയ്ക്ക് വയ്യാഴികയുള്ള ദിവസങ്ങളിൽ ദർശനമില്ലാന്ന്. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണാം. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. കാണാൻ പറ്റുമെങ്കിൽ കാണാമെന്നുള്ള മൈൻഡ് സെറ്റിൽ നമ്മൾ പോയി ക്യൂ നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് റിലേറ്റഡ്, അതായത് നാഗദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അമ്മയെ കയറി കണ്ട് സംസാരിക്കുവാണെങ്കിൽ ആ ദോഷം മാറി കിട്ടുന്നതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം അവിടെ ചെന്ന് അമ്മേനെ കണ്ട് സംസാരിച്ചു. ഞാൻ തൊഴിലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പം അത് വീക്കെൻഡ് ഒന്നുമല്ല, അല്ലാത്ത നോർമൽ ഡേ ആണ്, വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു നെയ്യ് തരാൻ കഴിക്കാൻ, ഭസ്മം തൊടാം, വൃത്തിയായിട്ടിരിക്കുന്ന സമയങ്ങളിൽ അത് കഴിക്കാമെന്ന് പറഞ്ഞു. ഇത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ ഒക്കെ അതൊക്കെ അവനവൻ്റെയാണ്. എനിക്കതൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെട്ടത്. അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നവർക്ക് ഈ വീഡിയോ സ്കിപ്പ് അടിച്ചു പോകാം.
അപ്പം ഞാൻ അവിടെ ചെന്ന് എനിക്ക് ആ നെയ്യ് തന്നു, ഞാൻ ആ നെയ്യ് കഴിച്ചു. അപ്പം ഞാൻ ആദ്യം ഒരു 3 ദിവസം കഴിച്ചു, പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ മാസം അതൊരു 4 തവണ കഴിച്ചു. എനിക്ക് എങ്ങനെയാ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഞാൻ ഒരു 10-11 വർഷമായിട്ട് ഞാൻ ആ ഒരു അസുഖത്തിൻ്റെ പുറത്താണ് ഞാൻ ജീവിച്ചത് ഫുള്ള്. എൻ്റെ ഒരു ഞാൻ എൻജോയ് ചെയ്യേണ്ട ആ 10 കൊല്ലവും എന്തോ ഞാൻ ഫുള്ളി ആ അസുഖത്തിൻ്റെ അണ്ടറിലായിപ്പോയി. കാര്യം എനിക്കറിയാം ഇതിനേക്കാളും വലിയ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വലിയ പ്രശ്നമായിരുന്നു. നെയ്യ് തന്നു, നെയ്യ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാൻ വയ്യ എനിക്കെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ കഴിക്കാൻ പാടില്ലാത്ത ആഹാരം എല്ലാം കഴിച്ചു. ഞാൻ ഫുഡ് കഴിക്കാണ്ടിരുന്നു. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആൾക്കാർ പറയും, അയ്യോ നീ മറ്റേ അന്ധവിശ്വാസിയാണ്, പിന്നെ കൂടോത്രാണ്, വഴിപാടാണ് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല. എൻ്റെ അസുഖം മാറാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തതാണ്. അതുപോലെ ഒത്തിരി ആൾക്കാർ അമ്പലത്തിൽ വരും. ഇപ്പം ആക്ച്വലി ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ കുറേ ആൾക്കാർ ഓരോരോ അസുഖത്തിനായിട്ട് അവിടെ വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റി. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാര്യം സന്താന ഭാഗ്യമില്ലാത്ത ആൾക്കാരൊക്കെ അവിടെ ചെന്ന് അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിച്ച് ഉള്ളിയമർത്തി കുട്ടികളുണ്ടായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ എനിക്കറിയാമായിരുന്നു. എൻ്റെ ഈ ഒരു ഇഷ്യൂവിന് റിക്കവർ ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇയർലി 1 or 2 ഒക്കെ ആയിട്ട് ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്. ഞാൻ ജന്മത്തെ വിചാരിച്ചതല്ല എനിക്കതൊരു ഒരു ഇഷ്യൂവിന് എനിക്ക് ക്യൂർ ആവുമെന്ന്. ഞാനിപ്പോൾ കഴിക്കാൻ പറ്റാത്ത എല്ലാ ആഹാരം കഴിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആക്ച്വലി ഒരു പ്രശ്നമില്ല. എന്തോ ദോഷമോ കാര്യങ്ങളോ ആയിരുന്നു. പക്ഷേ ഇനി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നാഗസംബന്ധമായ, അതായത് സർപ്പദോഷമായ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അമ്പലത്തിൽ പോയിട്ട് തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നിലവറയോട് ചേർന്ന് നമുക്ക് അമ്മയെ കാണാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ 10:30 to 11:30 12 വരെ ഉണ്ട്. ഈ സമയത്ത് അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന ദിവസങ്ങൾ വല്ലതും ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അല്ലാത്ത ദിവസം നമുക്ക് തൊഴുത് കഴിഞ്ഞതിന് ശേഷം, അതായത് അമ്മയെ കണ്ട് തൊഴുതതിന് ശേഷം അവിടെ ഒരു അങ്കിൾ ചേട്ടൻ നിൽപ്പുണ്ട്. ആളോട് പറയാം നമുക്ക് ഇന്ന പോലെ ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് അമ്മയെ കാണണം, അമ്മയെ കണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആൾ വെയിറ്റ് ചെയ്യാൻ പറയും. നമ്മുടെ ടൈം ആകുമ്പോൾ നമ്മളെ വിളിക്കും, നമുക്ക് അങ്ങനെ കണ്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എനിക്കിതൊന്നും ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും കാണാൻ വേണ്ടി ഈ ഒരു സംഭവം ഇവിടെ കിടക്കട്ടെ. എനിക്ക് എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല. ഞാനതുപോലെ കഷ്ടപ്പെട്ട് 11-12 കൊല്ലമായിട്ട് ഞാൻ ഈ ഒരു ടാബ്ലറ്റിൻ്റെ ബലത്തിലാണ് നിന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടു, അനുഗ്രഹം കിട്ടി. എന്തെന്നില്ലാത്തൊരു സന്തോഷ സമാധാനമുണ്ട്. എനിക്ക് എന്ത് പറയണമെന്നും അറിയത്തില്ല. എന്തോരു സമാധാനം. എനിക്ക് പനിയായിരുന്നു, പനി വെച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് കാണാൻ പറ്റി, എൻ്റെ അസുഖം മാറി. എനിക്കിതിനോളം വലിയതൊന്നും കിട്ടാനില്ല. ഇനി ഞാൻ അനുഭവിച്ചതിന് കയ്യും കണക്കില്ല. എനിക്കൊരു കല്യാണത്തിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. അല്ല പോട്ടെ, ഇപ്പോൾ ഒരു ലോങ് ഡ്രൈവോ അല്ലെങ്കിൽ ലോങ് ട്രിപ്പോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. പോകാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്കെന്തായാലും എന്തൊക്കെയോ ഒരു സമാധാനം. എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒറ്റ റീസണിൻ്റെ പുറത്ത് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയാണ്. ആരും ഇത് അന്ധവിശ്വാസമാണെന്നോ കാര്യങ്ങളൊന്നും പറയരുത്. ഇതെൻ്റെ വിശ്വാസമാണ്, എൻ്റെ മാത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് സന്താനഭാഗ്യമില്ലായ്കയോ സർപ്പസംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അമ്മയെ കണ്ട് സംസാരിക്കുക. എന്തെങ്കിലും ദോഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അമ്മ നമുക്ക് പ്രതിവിധി പറഞ്ഞു തരും. അത് ചെയ്താൽ ആ സംഭവം മാറും. എൻ്റെ വിശ്വാസം, എൻ്റെ മാത്രമല്ല അവിടെ വരുന്ന കുറേ ആൾക്കാരുടെ വിശ്വാസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.